അന്നേരം 2 ദിവസം മുമ്പേ നമ്മളിവിടെ ഒരു താമര നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇതിനകത്ത് സ്പേസും കുറവാണ്. അതിനൊക്കെ നമുക്കിവിടെ നല്ല രീതിക്ക് വെട്ടം അടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ താമരയുടെ തണ്ടുകളെല്ലാം ഒരുമാതിരി ഉണങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അന്നേരം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ നിന്നുള്ള മീനുകളെല്ലാം മാറ്റിയിട്ട് നമ്മളപ്പുറത്തൊരു ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഉണ്ട്, അത് നമുക്ക് താഴോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. നമ്മളിതാ നമ്മുടെ ഈ പഴയ ടാങ്കിലാണ് താമര സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 4 മീനോളം കിടപ്പുണ്ട്. നമുക്ക് ഈ 4 മീനെയും വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് നമുക്ക് താമര സെറ്റ് ചെയ്യാം അതിനകത്തോട്ട്. ഏതാ മറ്റേതിലോ? നമ്മുടെ കുഞ്ഞുങ്ങൾ താണ്ടേ ഈ ടാങ്കിലാണ് കിടക്കുന്നത്. ഇതിനകത്ത് കണ്ട അടിയിലാണ്, കാണാൻ പറ്റുമെന്തോ ഇതിൽ കിടപ്പുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ. താഴെയോ? താഴെ പോയോ? കൊച്ചുങ്ങൾ എന്ത് കെപ്പിയുടെ പോയോ? അതാണ് നമ്മുടെ പ്രാവും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഇതുവരെ പ്രാവിനെ മേടിച്ചില്ല, നമ്മൾ ഉടനെ മേടിക്കുന്നതായിരിക്കും. ഏതാത്താ താമര ഇടാൻ പോകും നമ്മളിനി. താമരയും ഗപ്പിയും കൂടി ഇടാൻ പോകും ഒരുമിച്ച്. താമരയൊക്കെ ഉണ്ട്, ക്യാമറയുണ്ട്. പൂവിച്ച് കഴിഞ്ഞ പൂവിച്ച് ക്യാമറയുണ്ട്. ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ താമരയുടെ അകത്തോട്ട്. ചെടിയുടെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ താമര സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ബോക്സിനകത്ത് നമ്മൾ സ്പ്രേ അടിക്കുന്നതേ ഉള്ളൂ, സ്പ്രേ പെയിൻറ്റ്. അത് ഉണങ്ങിയ ശേഷം നമ്മൾ ഇവിടോട്ടായിട്ട് താമര സെറ്റ് ചെയ്യും. ഇതെന്തുവാ? ഡോൾഫിനോ? കലാകാരനടേ. താമര പിച്ചു നീ ഇങ്ങനെ പിച്ചു താമര നീ പിച്ചിന് ക്യാമറ ഉണ്ട് അതിനകത്ത്. നിന്റെ ഫോട്ടോ തെളിയും. ഓക്കെ ആയോ? ഇനി അവിടെ സെറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വെക്കാനാണ് നമ്മളെ പരിപാടി. അന്നേരം നമ്മളിവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളും നട്ടിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ ഒരു 2-3 ചെടി മാറ്റി വെച്ചിട്ട് നമ്മളവിടെ അടിച്ചു വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ ബോക്സ് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ബാക്കി ഫുള്ള് തുടയ്ക്കണം. ഇവിടെ എല്ലാം വീഴുന്നേ, ചാക്കിലൊക്കെ വീഴുന്നു. ഞാൻ ഇതിന്റെ ട്യൂബർ ഇളക്കുന്ന
ഇത് വെയില് പോവല്ലേ. കട്ടിയാണോ? കട്ടിയാണോ? കട്ടിയൊക്കെ ഉണ്ട്. അതെ, അടി കൊണ്ട് പിടിക്കാൻ പറ്റുമോടാ? കയറ്റി പിടിക്കാൻ പറ്റുമോ? ആ പൊക്ക്, നിക്ക്. ആ പൊക്ക്, നിക്ക്. ആ കൊണ്ടുപോവാ. കുറച്ച് മണ്ണും കൂടി ഇടണം മേളി. അപ്പൊ നല്ല തിളത്തിടിഞ്ഞ് കിടക്കും വെള്ളം. കൂടെ കൊട്ട് വെള്ളം മാറ്റി വരുന്ന നിൽക്കുന്നത്. ആ നീ ഒന്ന് വലിയ കലക്കലില്ല കേട്ടോ. നാളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പറഞ്ഞ നാളെ കൊണ്ടുവന്നതെന്ന്. അവിടെ സമയം കഴിഞ്ഞു. നമ്മളെ ഒരു ബക്കറ്റിനകത്ത് പായൽ മാത്രം വെച്ചില്ലായിരുന്നു.
എലിയെങ്ങാണ് ഇലയെങ്ങാനും പിരിക്കൊണ്ട് പോയാലോ? കുഴപ്പമില്ലടി. അന്നേരം നമ്മുടെ മിക്സർ പീസിനെ ഈ ടാങ്കിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. അതിനങ്ങനെ നമ്മൾ പ്ലാന്റും കാര്യങ്ങളും അതിനൊക്കെ നമ്മൾ അസോളോയും കുറച്ച് വെള്ളം തെളിയാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകൾ നമ്മൾ ഇതിന് ചുറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാന്റും കൂടെ ഇവിടെ വെക്കണം. അന്നേരം നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് മൊത്തം അടുത്തൊരു പാർട്ടിനകത്തൂടെ കാണാം. അന്നേരം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ആ